ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഒരു യാത്രയ്ക്ക് പ്ലാൻ ചെയ്യണം. കുറേ നാളും കൊണ്ടൊരു യാത്രയാണ് കേട്ടോ. സ്ഥലമൊന്നും ഫിക്സ് ചെയ്തില്ല. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ചെന്നൈക്ക് വന്ന് ഫിക്സ് ചെയ്യുന്നു, ഞങ്ങൾ പോകുന്നു കേട്ടോ. അപ്പം ട്രെയിനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ സമയം പോകും. രാവിലെ ആയി കഴിഞ്ഞാൽ സമയം വർക്കാവില്ല. അപ്പോൾ ഫ്ലൈറ്റ് തന്നെ ചൂസ് ചെയ്തു. നെടുമ്പാശ്ശേരി നിന്നായിരുന്നു. 8:40 സ്പൈസ് ജെറ്റ്, 9:40 ഡിലേ ഇതാ നടക്കുന്നു. അങ്ങനെ അവിടെ കറങ്ങി തിരിഞ്ഞ് നടന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നാരങ്ങ കുടിക്കാൻ കയറി. KF-ൻ്റെ നാരങ്ങ കുടിച്ചു. ഒരു പ്രത്യേക വൈബാണ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ഒക്കെ ചെയ്യുന്ന കണ്ട്, കുറച്ച് ഫ്ലൈറ്റൊക്കെ അവിടെ കിടക്കുന്നത് കണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് നല്ല വൈബായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു. സമയം പോകണ്ടേ, പിന്നെ എന്ത് ചെയ്യാനാ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. ഹരിയുടെ ഷർട്ട് കണ്ടോ, കേരള ട്രഡീഷണൽ വർക്കൊക്കെ ഉണ്ടായിരുന്നു. കുറേ സാഹിബ് മദാമയൊക്കെ നല്ല കമൻറ്റും ഉണ്ട്, നൈസ് ഷർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഫൈനലി 9:55 ആകുമ്പോഴത്തേന് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള പരിപാടി. നമ്മൾ കുറച്ച് യാത്രക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പോയി. ഇപ്പോൾ ഫ്ലൈറ്റ് കയറി. നല്ല നീറ്റായിരുന്നു ഫ്ലൈറ്റ് കേട്ടോ, ഒന്നും രക്ഷയില്ല. നല്ല ലെഗ് സ്പേസും ഉണ്ടായിരുന്നു, നല്ല ക്ലീനായിരുന്നു, ഒരു രക്ഷയില്ല. അവരുടെ ഒരു ബിഹേവിങ് ആയി തന്നെ ആയാലും ഒന്നും പറയാനില്ല. നല്ല ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. നല്ല സഹകരണമായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മുടെ സീറ്റ് 27 ആയിരുന്നു. 27 ബിസി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സീറ്റിൽ കയറിയിരുന്നു. ലവൻ ആദ്യം തന്നെ സൈഡ് സീറ്റ് കയറി പിടിച്ചു, കള്ളൻ. എന്തായാലും വിഷയമില്ല, നമുക്ക് നമ്മുടെ യാത്രയുടെ വൈബല്ലേ, നീ ഇരിക്കടാ, ഇനി അടുത്ത തവണ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കൊച്ചിയുടെ ബൈ പറഞ്ഞിട്ട് നമ്മൾ പതുക്കെ ടേക്ക് ഓഫ്. ഒരു 10:00 ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. എന്താ പറഞ്ഞത്, ഈ നൈറ്റ് ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ആ കാഴ്ചയും പ്രത്യേക കൊച്ചിയുടെ ആ ഒരു ഭംഗിയും കുഞ്ഞു വഴികളും കുഞ്ഞിതായിട്ട് വണ്ടികളുടെയൊക്കെ ലൈറ്റും ഇതൊക്കെ കണ്ടു യാത്ര ചെയ്യും. എന്ത് രസമെന്നറിയാം. പ്രത്യേക മൂടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഫ്ലൈറ്റിന് അവിടെ മെനു കാർഡൊക്കെ എടുത്ത് നോക്കി. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യും കേട്ടോ. ചെറിയൊരു സ്നാക്സൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, കുക്കിൽ ഒതുങ്ങുന്ന രീതിയിൽ ചെറിയ നാച്ചോസും നട്ട്സും ഒക്കെ വാങ്ങിച്ചു. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു 11:20 ആയപ്പോഴത്തേന് ചെന്നൈയിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യുന്നു. ചെന്നൈയുടെ കാഴ്ച ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. നൈറ്റ് ലാൻഡ് ചെയ്യുന്ന കാണാൻ പ്രത്യേക വൈബായിരുന്നു. ശകലം ക്ലൗഡിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം എന്തായാലും കുഴപ്പമില്ല, നല്ല സമയത്ത് തന്നെ നമ്മളെത്തി. അങ്ങനെ നമ്മൾ വന്നു, ലാൻഡ് ചെയ്തു. ഒരു 11:20, കൃത്യം 11:20. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് കേട്ടോ, സ്പൈസ് ജെറ്റ്. ചക്കരെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് വരുന്നു. ലഗേജിന് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. എൻ്റെ എവിടെ അതാ എത്തിപ്പോയി. കിട്ടി. ഞങ്ങൾ ലഗേജ് കിട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരന് പുറത്ത് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 12:30 റൂമിൽ ചെന്നു. നാളെ രാവിലെ ആകുമ്പോൾ ഇറങ്ങണ്ടേ അല്ലേ. നേരെ റൂമിൽ